ഞാൻ ഇനി എന്നാ നോക്കാനാ? എനിക്ക് പ്രായമൊക്കെ ആയി. ഇനി നിങ്ങളെ പോലെ പുതിയ ആൾക്കാർ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓ അങ്ങനെയൊന്നുമില്ല മത്തൈച്ച, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്നാണല്ലോ. ഈ പറഞ്ഞതും വലിയൊരു നമ്പറാ കേട്ടോ. എന്റെ പൊന്നു മത്തൈച്ച, ലുക്കാ കാണാൻ കുറച്ച് പൗഡർ ഒക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി നടന്നൂടെ? പറഞ്ഞത് ശരിയാ കേട്ടോ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് എല്ലാവരും പറയാം. എക്സാക്ട്ലി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഡാനൂബ് കേട്ടായിരുന്നല്ലോ. പൊതുവെ എനിക്ക് പ്രായമായി, ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആളാണ് എന്ന ചിന്തയുമായിട്ട് ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ കാണും, നമ്മുടെ സമൂഹത്തിൽ കാണും. അങ്ങനെ ധാരാളം പേരുണ്ട്. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, എനിക്ക് പ്രായമായി, ഞാൻ മാറ്റി നിർത്തപ്പെടേണ്ട ആളാണെന്ന്. പക്ഷെ പ്രായത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ആ ഒരാളെ ഓർമ്മ വരുന്നുള്ളൂ. ആളെ എനിക്കറിയാം, മമ്മൂക്ക. പുള്ളിക്കാരന്റെ പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് ആൾ ഇപ്പോഴും എന്താ അടിപൊളിയായിട്ടാ നടക്കുന്നേ. പക്ഷെ എല്ലാവർക്കും മമ്മൂട്ടി ആവാൻ പറ്റുമോ ഡാനൂബേ? വേണ്ട, മമ്മൂട്ടി ആവണ്ട, പക്ഷെ ഒരുങ്ങി നടക്കാലോ. തീർച്ചയായിട്ടും ഒരുങ്ങി നടക്കാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം, അപ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് ഒരുങ്ങി നല്ല രീതിക്ക് നടക്കാൻ പറ്റുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ വർഷം തോറും പ്രായമായി എന്ന് വിചാരിക്കും തോറും അങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് മനസ്സിന് പ്രായമാവാതെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും കേട്ടല്ലോ, നമ്മൾക്കൊരിക്കലും മനസ്സിന് പ്രായം ആകരുത്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം ശ്രോതാക്കളിലേക്ക് എത്തിച്ചതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? അങ്ങനെ മനസ്സിന് പ്രായമാകാതിരിക്കാനുള്ള, എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 2 മണിക്കൂർ മോർണിംഗ് ഡ്രൈവിൽ RJ മത്തായിയും RJ ഡാനൂബും 90.8 FM റേഡിയോ മീഡിയ വില്ലേജ്.